ഹായ്, എല്ലാവർക്കും നമസ്കാരം. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ഫുഡ് കോർട്ടുകളിലുമൊക്കെ 800 രൂപ മുതൽ 1500 രൂപ വരെ വില വരുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. വെറും 150 രൂപയുടെ താഴെ മാത്രം ചെലവിൽ നമുക്ക് ഈ കറി വീട്ടിൽ തന്നെ ചെയ്യാം. ഇതാ ഈ കാരിമീൻ വെച്ചിട്ടാണ് ഞാൻ ഈ കറി ചെയ്യുന്നത്. 2 കാരി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ചേർക്കേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്: പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി 1 കഷ്ണം, വെളുത്തുള്ളി, ഒരു വലിയ സവാള, 2 തക്കാളി, കുറച്ച് ചുവന്നുള്ളി, പിന്നെ കുറച്ച് കുടംപുളി വേണം. പൊടികളായിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കടുകും ഉലുവയും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ താളിക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ. അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വന്നിട്ട് താളിക്കാൻ തുടങ്ങാം. ഇതാ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഉലുവ അല്പം എടുക്കാം, ഒരു 1/4 ടീസ്പൂൺ മതി, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. കടുക് ഇട്ടു, കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവ. കടുക് ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ ആദ്യം ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി പച്ചമുളകൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ നിന്നും വാങ്ങാതെ തന്നെ നമുക്ക് വീടുകളിൽ അതേപോലെ തന്നെ അതിലും രുചികരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കറികളാണ് ഇതൊക്കെ. നമ്മുടെ ഉള്ളി പച്ചമുളക് ഇഞ്ചിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1-1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് പെട്ടെന്ന് മൂക്കും. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കാം. ഇത് കനം കുറച്ചരിഞ്ഞ ഒരു വലിയ സവാളയാണ്. ഇതിലൂടെ അല്പം ഉപ്പിട്ട് കൊടുക്കണം. ഇത് കുറച്ച് വെച്ചിരിക്കുകയാണ്. 1 ടീസ്പൂൺ ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കാം. സവാള വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്താ സവാള എല്ലാം വാടിയിട്ടുണ്ട്. നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊന്നും വേണ്ട, ഇനി തേങ്ങ ഇല്ലാണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ടൊമാറ്റോ ഒന്ന് നല്ലപോലെ വാടി വരണം. വാടിയല്ല, നല്ലപോലെ കുഴഞ്ഞു വരണം. നമ്മുടെ തക്കാളി എല്ലാം വാടി നല്ല കുഴമ്പ് വരുവായിട്ടുണ്ട്. നമുക്കിനി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഇട്ടേക്കാം, പുളിയും പുളിവെള്ളവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ചാറിന് ആവശ്യമുള്ള വെള്ളം, മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം മതി. ഇത് ഒത്തിരി ലൂസായിട്ടുള്ള ചാറായിരിക്കില്ല, അങ്ങനെ കുഴമ്പ് വരുമായിരിക്കും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് അല്പം കൂടി വേണം. സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നമ്മുടെ ചാറ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി മീനിട്ട് കൊടുക്കാം. അത് മുറിക്കണില്ല ഞാൻ, എന്നാലല്ലേ നമുക്ക് 5 സ്റ്റാർ സ്റ്റൈലാകുള്ളൂ. ചട്ടി കൊള്ളാമില്ല. നമുക്കിനി ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. കറി നമ്മുടെ പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് ചുറ്റിച്ച് തീ ഓഫ് ചെയ്യാം. അല്പസമയത്തിന് ശേഷം നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഞാൻ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഓക്കെ, താങ്ക് യു.